താനൂരിലെ പെൺകുട്ടികൾ നാട് വിട്ടു പോയത് മുംബൈയിലോട്ട്. ആദ്യം നമ്മൾ വിചാരിച്ചു ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതായിരിക്കും ഈ പെൺകുട്ടികളെ. 10-17 വയസ്സായ കുട്ടികൾക്ക് തീരെ തിരിച്ചറിവില്ല എന്ന് തോന്നുന്നുണ്ടോ? മുടി വെട്ടാനൊന്നും പോയതല്ല, അവരുടെ സ്വൈര്യ ജീവിതം നയിക്കാൻ വേണ്ടി പോയതാണ്. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കണം. വീട്ടിലെ അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ അച്ഛൻ കൂലിപ്പണി ചെയ്യുന്നതോ ഒന്നും അവർക്ക് വിഷയമല്ല. അവരതൊന്നും കാണുന്നില്ല. അല്ലെങ്കിൽ തുടർന്ന് വിദ്യാഭ്യാസം വേണം, അങ്ങനെ ഒരു ചിന്തയേ ഇല്ല അവർക്ക്. അവർ പല പല ആപ്പുകളുണ്ടല്ലോ, ഫ്രണ്ട് ആപ്പ് ഒക്കെയുള്ള ആൾക്കാരായിട്ട് ഫ്രണ്ട്സ് ആവുന്നു. അവർ അവരുടെ ജീവിതങ്ങളും കൂടി ഷെയർ ചെയ്യുമ്പോൾ ഇവർക്കും അങ്ങനെ ജീവിക്കാനുള്ള ഒരു ത്വരയാണെന്ന് നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് ഈ കുഞ്ഞു മക്കൾ ചിന്തിക്കുന്നില്ല. ആരാണ് ഇവരെ കൊണ്ടുപോയത്? എന്താണ് ഇതിന്റെ നിഗൂഢ ഉദ്ദേശം? അവയവ കച്ചവടമാണോ അല്ലെങ്കിൽ പെൺകുട്ടികളെ വിൽക്കുന്ന മാഫിയാണോ, ഒരു സെക്സ് റാക്കറ്റ് ആണോ? എന്താണ് ഇവരെ അങ്ങോട്ട് ക്ഷണിക്കപ്പെട്ടത്? ഇവരെ ഏത് വകുപ്പിലാണ് എന്നുള്ള അന്വേഷണമാണ് വേണ്ടത്. അല്ലാണ്ട് മുടി മുറിക്കാൻ പോയതാണ് എന്ന് പറഞ്ഞിട്ട് ഇത് ചെറുതായിട്ട് കാണുകയല്ല നമുക്ക് വേണ്ടത്. ഇനിയും കുട്ടികൾ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ ചാൻസ് ഉണ്ട്. അതിനകത്ത് ഒരു പെൺകുട്ടി നേരത്തെ ഇതുപോലെ തന്നെ നാട് വിട്ട് പോയൊരു പെൺകുട്ടിയാണ്. അപ്പൊ ഈ കുട്ടികളുടെ കൂടെ കൂടുന്ന കുറെ കുട്ടികളുണ്ടാവില്ല ഇതൊന്നും അറിയാണ്ട്. അവരെയോട് വശീകരിച്ച് ഈ കുട്ടികൾ ഇങ്ങനെ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ മക്കളുടെ ഭാവി ഓർത്തെങ്കിലും ഇങ്ങനെയുള്ള പെൺകുട്ടികളുടെ ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അച്ഛനമ്മമാര് പെട്ട കഷ്ടപ്പാടെല്ലാം മക്കളോട് പറയുമ്പോൾ ആൾക്കാർ പറയുന്നത് കണക്ക് പറച്ചിലുകളായിട്ടാണ് പറയുന്നത്. കുട്ടികളാണെങ്കിലും സമൂഹമാണെങ്കിലും പറഞ്ഞുണ്ടാക്കുക, അയ്യോ അവർ നമ്മുടെ അടുത്ത് കണക്ക് പറയുകയാണ്, അച്ഛനമ്മമാരെ അങ്ങനെ കണക്ക് പറയാവോ? കണക്ക് പറയല്ല, നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയാണ് നമ്മൾ വളർത്തുന്നത്, നിങ്ങളെ വളർത്തുന്നത് അങ്ങനെയാണ്, ഞങ്ങൾ ഇതൊന്നും അനുഭവിച്ചിട്ട് പോലും ഇല്ല എന്നാണ് അവരത് പറയുന്നത്. അച്ഛനമ്മമാര് ചീത്ത പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇവരുടെ ഇഷ്ടത്തിന് എതിരായിട്ട് നിൽക്കുമെന്ന് വിചാരിച്ചിട്ടോ അല്ല ഈ കുട്ടികൾ പോയിട്ടുള്ളത്. ഇവർക്ക് വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ട്, ഇവർക്കൊരു പദ്ധതി ഉണ്ട്. ഇവർ ആരെയോ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ആർക്കോ വേണ്ടിയിട്ടാണ് ഇവർ മുംബൈയിലോട്ട് പോയത്. പാർലറിലോട്ട് കയറി ഇവരെ ഹെയറിന്റെ സ്റ്റൈൽ മാറ്റി, അതുപോലെ ഫേഷ്യൽ ചെയ്തു. അപ്പൊ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റരുത് എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഡ്രസ് ചേഞ്ച് ചെയ്തു, എല്ലാം ചെയ്തു ഇവര്. അപ്പൊ എത്രത്തോളം പ്ലാനിങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്, ആരോ ഇവരെ സഹായിക്കുന്നുണ്ട്, ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഇവർ മുടി മുട്ടാൻ വേണ്ടി മുംബൈ പോയ കാര്യമാണ് ഇപ്പോഴും ചർച്ചയാവുന്നത്. ഇവരാരാണ് സഹായിച്ചത്, ഇവരുടെ ലക്ഷ്യം എന്താണ്? അല്ലെങ്കിൽ കുട്ടികൾ ഇനിയും പോകും. ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ നിന്ന് എവിടെ നിന്നാണ് ഇത്രയും പൈസ വന്നത്? ഈ ഫ്രണ്ട് ആപ്പ് അതുപോലുള്ള ആപ്പുകളെല്ലാം ഉണ്ട്. ഈ ആപ്പൊന്നും നിങ്ങൾ ദൈവത്തെ ഓർത്ത് മക്കളൊന്നും ഫോളോ ചെയ്യരുത്. കണ്ട ഇൻഫ്ലുവൻസർ എല്ലാം പറയുന്ന ആപ്പുകളൊന്നും നിങ്ങൾ ഫോളോ ചെയ്യരുത്. ഈ കുട്ടികൾക്ക് സ്വാതന്ത്ര്യമൊന്നും ഇല്ലാണ്ടല്ല, തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തി കരുതാതെന്ന് ഞാൻ പറയത്തുള്ളൂ. കുറേ കുട്ടികൾ അനാഥരായിട്ട് തെരുവിക്കൊണ്ട് തെണ്ടി നടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കുട്ടികളൊന്ന് കാണിക്കുക. അതുപോലെ തന്നെ അനാഥാലയത്തിൽ ഇഷ്ടംപോലെ കുഞ്ഞു മക്കൾ വളർന്നു വരുന്നുണ്ട്, അവരെയൊക്കെ കൊണ്ടുപോയി കാണിക്കുക. ഇവർക്ക് കിട്ടുന്ന യാതൊരു സുഖങ്ങളും അവിടെ വളരുന്ന കുഞ്ഞുമക്കൾക്ക് കിട്ടുന്നില്ല. അതൊക്കെ ഒന്ന് കുട്ടികളെ അറിയിച്ച് വളർത്തുന്നത് നല്ലതായിരിക്കും. ഒരു 80s ഒരു പടമുണ്ട്, ദേശാടന കിളികൾ കരയാറില്ല എന്ന് പറഞ്ഞിട്ട്. ആ ഒരു പടമൊക്കെ ഇവരെ കൊണ്ട് കാണിക്കുന്നത് നല്ലതായിരിക്കും. ഇതുപോലെ 2 പെണ്ണുങ്ങളും കൂടി നാട് വിട്ടങ്ങ് പോയത് ആൾക്കാരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിനകത്ത് ഒരു കുട്ടി മാത്രം തിരിച്ച് ജീവനോടെ വന്നിട്ടുള്ളൂ. അതൊക്കെ ഒന്ന് ഈ കുട്ടികളൊന്ന് കാണേണ്ട ആവശ്യം ഉണ്ട് ഇന്നത്തെ ഒരു സമൂഹത്തിൽ. അതുപോലെ തന്നെ ഈ പ്രാവശ്യം പോയപ്പോൾ ഒന്നും പറ്റിയില്ല. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ ആവണമെന്നില്ല. ചിലപ്പോൾ ജീവനായിരിക്കും, ചിലപ്പോൾ ഏതിൽ അവയവമായിരിക്കും പോകുന്നത്, അതും അല്ലെങ്കിൽ ചിലപ്പോൾ മാനമായിരിക്കും പോകുന്നത്. സത്യം പറഞ്ഞാൽ കുട്ടികളെ ഇതുപോലെ പോലീസിന്റെ അകമ്പടിയോടുകൂടി കൊണ്ടുവരുമല്ല ചെയ്യേണ്ടത്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ശിക്ഷ കൊടുക്കണം. അതല്ലെങ്കിൽ കുട്ടികൾ വിചാരിക്കും ഇനിയിപ്പോൾ മണാലി പോവാം, അതല്ലെങ്കിൽ വേറെ എവിടെയിലോട്ട് പോയാലും പോലീസിന്റെ അകമ്പടിയോട് തിരിച്ചു കൊണ്ടുവരത്തുള്ളൂ. അച്ഛനും അമ്മയ്ക്ക് ഇപ്പൊ പേടിയായിരിക്കും അവരോട് എന്തെങ്കിലും സംസാരിക്കാനോ ചോദിക്കാനോ പോലും. കാരണം ഇനി നാട് വിട്ട് പോയാലോ എന്നുള്ള പേടിയായിരിക്കും അവർക്ക്.